പാലക്കാട് ശ്രീകൃഷ്ണപുരം സർക്കാർ മൃഗാശുപത്രിയിൽ വനിതാ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാംകുടി, വലമ്പിരിമംഗലം ചോലക്കുണ്ട് മണികണ്ഠൻ, സഹോദരി രാജേശ്വരി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിലേക്ക് നായക്കുട്ടിയുമായി എത്തിയ വലമ്പിലിമംഗലം മണികണ്ഠനും രാജേശ്വരിയും സൗജന്യ ചികിത്സ ആവശ്യപ്പെട്ട് ബഹളം വെക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ പകൽ മാത്രമാണ് സൗജന്യ ചികിത്സയുള്ളത്. രാത്രിയിൽ ശ്രീകൃഷ്ണപുരം വെറ്റിനറി പോളിക്ലിനിക് മൊബൈൽ യൂണിറ്റാണ് സേവനം നൽകുന്നത്. അതിനാൽ തുകയടക്കണമെന്ന് ഡോക്ടറും ജീവനക്കാരും പറഞ്ഞു. ഇതിൽ പ്രകോപിതരായ പ്രതികൾ ആശുപത്രിയിൽ ബഹളം വെക്കുകയും തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഡോക്ടർ മാളവിക പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ചാർജസ് വരുന്നത്? 2 മാസം മുന്നേ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞിരുന്നതാണ്, അത് നടന്നിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ നിയമവശങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഒരു 7:00 കൂടിയിട്ട് ഇവർ പോയിട്ട് ഈ മണികണ്ഠൻ എന്ന വ്യക്തിയും കൂടെ കൂട്ടിയിട്ട് വന്നു. ഈ സമയം ആശുപത്രിയിലെത്തിയ കോൺഗ്രസ് നേതാവും മൃഗാശുപത്രി HMC അംഗം കൂടിയായ മണികണ്ഠൻ പാലാങ്കുഴിയും പ്രതികൾക്കൊപ്പം ചേർന്ന് ഡോക്ടറെ ഭീഷണിപ്പെടുത്തി. സംഭവത്തിൽ DHO, ശ്രീകൃഷ്ണപുരം പോലീസ്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് ഡോക്ടർ പരാതി നൽകി. അത് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദീകരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായും നമ്മളുടെ ഏത് ജീവിയായാലും അവർ അടിയന്തര കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒരു ഡോക്ടറും വാഹനത്തിൻ്റെ ഡ്രൈവറും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഡോക്ടർക്കെതിരെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാളവിക ഡോക്ടർ ഇന്ന് പ്രസിഡന്റിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കാനും എത്തിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, പാലക്കാട്.